Hi friends, welcome back to Sajita's Creation. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് അതായത് ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു സ്ലീവ് ഡിസൈൻ ചെയ്തെടുക്കാമെന്നാണ്. അതും ഒരു പാർട്ടി വെയർ ലുക്കിൽ തന്നെ നമുക്കത് ഡിസൈൻ ചെയ്തെടുക്കാം. നമുക്കൊരു സ്ലീവ് ഡിസൈൻ ചെയ്യണമെങ്കിൽ അത് സ്റ്റോൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ബീഡ്സ് വെച്ചിട്ടോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒത്തിരി സമയം വേണ്ടി വരും, അതുപോലെ ഒത്തിരി എഫേർട്ട് എടുക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു ലേസ് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് സ്ലീവിനെ കുറച്ച് ഡിസൈനുള്ള സ്ലീവാക്കി ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് 10 രൂപയുടെ ലേസാണ്. മീറ്ററിന് 10 രൂപയാണ് ഈ ലേസിൻ്റെ റേറ്റ് വരുന്നത്. അതുപോലെ വെൽവെറ്റ് ക്ലോത്തിലാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഏത് ക്ലോത്തിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെൽവെറ്റ് യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ എന്താ പറയുക, കറക്റ്റ് ഫുൾ സ്ലീവാണ് എടുത്തിരിക്കുന്നത്. കൂടുതലൊന്നുമില്ല, കറക്റ്റായിട്ട് നിൽക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ 3/4 സെയിം ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ സ്ലീവിൻ്റെ താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ നല്ല വശത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഒരു ടേപ്പ് എടുത്തിട്ട് ഓരോ 1/2 ഇഞ്ച് വിട്ടിട്ടും മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ പോയിന്റിൽ, സ്റ്റാർട്ടിങ് പോയിന്റിൽ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഞാനിപ്പോൾ 1/2 ഇഞ്ച് വിട്ടിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. കുറച്ചുകൂടി തിക്നെസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5 ലൈനാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈനേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു വശം വരെ, അതായത് ഒരു വശം മുതൽ മറ്റൊരു വശം വരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കുക. നേരെ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ലേസ് എടുത്തിട്ട് ഈ സ്ലീവിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ് പോയിന്റിൽ വെച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ, ചെറിയ ലേസ് അല്ലേ. അപ്പോൾ നമുക്കതിൻ്റെ സെൻറ്ററിൽ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഈ ക്ലോത്തുമായിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലേസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സെക്കൻഡ് വരച്ച ലൈനില്ലേ, ആ ലൈനിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഇതുപോലെ വീണ്ടും ലേസ് വെച്ചിട്ട് നമുക്കതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേ മെത്തേഡ് തന്നെ നമ്മൾ 3ാമത്തെ ലൈനും 4ാമത്തെ ലൈനും 5ാമത്തെ ലൈനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സെയിം മെത്തേഡ് തന്നെ ലേസ് വെച്ചിട്ട് ഓരോ പോയിന്റിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈൻ തന്നെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മൾ 5 ലേസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ഇഞ്ച് വിട്ടിട്ട് സ്ലീവ് മുഴുവനും ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം. പക്ഷേ ഡ്രസ്സ് പ്ലെയിൻ ആയിരിക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ നമ്മുടെ സ്ലീവ് ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇതിൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാത്തത്, ഇതിൻ്റെ മെറ്റീരിയൽ എൻ്റെ കയ്യിലില്ല. ഉണ്ടെങ്കിൽ ഞാൻ മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്ത് കാണിച്ചേനെ. അപ്പോൾ നമുക്ക് ഈ സ്ലീവിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ആ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് താഴ്വശം മുതൽ മുകൾ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ലുക്കിലാണ് വരിക. നിങ്ങൾക്കിപ്പോൾ ലേസ് കാണാം, വളരെ നേരിയ ഒരു ലേസാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. 10 രൂപയ്ക്ക് നമുക്ക് സുലഭമായിട്ട് ഇപ്പോൾ ലേസ് കിട്ടുന്നുണ്ട്. പല മോഡലിലുള്ള ലേസും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നല്ലൊരു ലേസ് വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോവുമായിട്ട് പെട്ടെന്ന് വരാം. അതുവരെ ബൈ, ടേക്ക് കെയർ.